മരതകയില വഞ്ചി, ദ എമറാൾഡ് ലീഫ് ബോട്ട്. മഹാഗവേഷകയായ വൈഗയും അവളുടെ മിടുക്കിയായ സഹായിയായ അല്ലിയും അവർക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലുതും പച്ചപ്പുള്ളതുമായ കാട്ടിലേക്ക് യാത്രയായി. അതവരുടെ സ്വന്തം പറമ്പായിരുന്നു. സാഹസം നമ്മെ കാത്തിരിക്കുന്നു, മിടുക്കിയായ സഹായി, വൈഗ മന്ത്രിച്ചു. എന്തിനേയും നേരിടാൻ തയ്യാറായി അല്ലി അവളുടെ ചെറിയ ചിത്രശലഭ വല പിടിച്ചിരുന്നു. പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്കായി വൈഗ ഒരു നോട്ട്പാഡ് കരുതിയിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന റോസപ്പൂക്കളെയും ആടിയുലയുന്ന ഉയരം കൂടിയ സൂര്യകാന്തിപ്പൂക്കളെയും മറികടന്ന് അവർ ഒച്ചയുണ്ടാക്കാതെ നടന്നു. വലിയ ഓക്കുമരത്തിന്റെ ചുവട്ടിലെ പായൽ പിടിച്ച തണുപ്പുള്ള ഒരിടത്ത് അവർ എത്തിച്ചേർന്നു. നോക്കൂ, അല്ലി അവളുടെ ചെറിയ വിരൽ ചൂണ്ടി മന്ത്രിച്ചു. ഒരു തിളക്കമുള്ള പച്ചപ്പുള്ളി. പുല്ലുകൾക്കിടയിൽ ഒരു കുതിച്ചുയരുന്ന ഗോലിയേക്കാൾ വലുപ്പമില്ലാത്ത തിളങ്ങുന്ന മരതകപ്പച്ച നിറമുള്ള ഒരു കുഞ്ഞൻ തവളക്കുഞ്ഞ്. അതിന്റെ ചെറിയ കഴുത്ത് വിഷമത്തോടെ മിടിച്ചുകൊണ്ടിരുന്നു. അതിനെ കാണാൻ വഴി തെറ്റിയതുപോലെ തോന്നി. ഓ കഷ്ടം, വൈഗ പറഞ്ഞു. അതിന് വലിയ കുളത്തിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ടായിരിക്കണം. ഈ പുൽക്കാട് ഒരു കുഞ്ഞു തവളയ്ക്ക് നടന്നുപോകാൻ കഴിയുന്നതിലും ഉയരമുള്ളതാണ്. അല്ലി സമ്മതിച്ചു തലയാട്ടി. അവളുടെ കണ്ണുകൾ ആശങ്കയിൽ വിടർന്നു. ഇത് എങ്ങനെ വീട്ടിലെത്തും? വൈഗ അവളുടെ നോട്ട്പാഡിലേക്ക് നോക്കി. എഴുതാനല്ല, ആശയങ്ങൾ കണ്ടെത്താൻ. ഒരു വണ്ടി, അവൾ പ്രഖ്യാപിച്ചു. തികച്ചും അനുയോജ്യമായ വലുതും ഉണങ്ങിയതുമായ ഒരു സൈക്കമോറില അവൾ കണ്ടെത്തി. അല്ലി ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധയോടെ ആ കുഞ്ഞൻ മരതകത്തവളക്കുഞ്ഞിനെ ഇലയിലേക്ക് കോരിയെടുത്തു. അവൻ അനങ്ങാതെ മുറുകെ പിടിച്ച് അവിടെ തന്നെയിരുന്നു. വൈഗ ചെറുതും ഉറപ്പുള്ളതുമായൊരു കമ്പെടുത്തു. ഇതാണ് നമ്മുടെ ശക്തിയേറിയ ചുക്കാൻ, റെഡർ, തുഴയും, അവൾ പ്രഖ്യാപിച്ചു. അവർ ഒരുമിച്ച് ആ ഇല വഞ്ചി പിടിച്ച് പുൽത്തകിടിയുടെ വിശാലമായ പച്ചപ്പുൽമേട്ടിലൂടെയുള്ള യാത്ര ആരംഭിച്ചു. സാവധാനം സാവധാനം അവർ രക്ഷാപ്രവർത്തനത്തിന്റെ ഇലവഞ്ചി ഭീമാകാരമായ പുൽനാമ്പുകൾ കടന്നും കുണ്ടും കുഴിയും നിറഞ്ഞ ചരൽപ്പാത താണ്ടിയും തണുപ്പുള്ള ആമ്പൽ ഇലകളുള്ള കുളത്തിന്റെ അരികിലേക്ക് തന്നെ എത്തിച്ചു. ആ കുഞ്ഞ് തവളക്കുഞ്ഞ് അതിന്റെ സൈക്കമോർ വഞ്ചിയിൽ നിന്ന് കുളത്തിലേക്ക് ചാടി. അവൻ സന്തോഷത്തോടെ ഒരു ചെറിയ കരച്ചിൽ കേൾപ്പിച്ചു. വൈഗയ്ക്കും അല്ലിക്കും അറിയാമായിരുന്നു, അവർ ഏറ്റവും മികച്ച സാഹസികയാത്രയിൽ വിജയിച്ചിരിക്കുന്നു. ഒരു കൂട്ടുകാരനെ വീട്ടിലെത്തിച്ച സാഹസം.